ഹാഷിമും അനൂജയും മരിച്ചത് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് പലതരത്തിലുള്ള കഥകൾ നമ്മൾ കേട്ടിരുന്നു. ആ കഥകളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പോലീസ് പറയുന്നതും മോട്ടോർ വാഹന വകുപ്പും പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹാഷിം ഈ അനുജയെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ആ കാർ അമിതവേഗതയിലായിരുന്നു. ആ കാറിനുള്ളിൽ മൽപ്പിടുത്തം നടന്നിട്ടുണ്ടാവാം. ആ കാറ് പോയി ഇടിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്തിരുന്നില്ല. അതായത് ഹാഷിം ബ്രേക്ക് ഉപയോഗിച്ചില്ല. അപ്പോൾ ബ്രേക്ക് ഉപയോഗിക്കാതെ അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ബ്രേക്ക് ഉപയോഗിച്ച ലക്ഷണമില്ല എന്നാണ് മോട്ടോർ വാഹന വിദഗ്ധർ പറയുന്നത്. അത് ലോറിയുടെ ക്രാഷ് ഗാർഡിലേക്ക് പോയി ഇടിച്ചാണ് തകർന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തിനാണ് ഹാഷിം അത് ചെയ്തത് എന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. നമുക്കൊപ്പം പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഒട്ടേറെ കഥകൾ പ്രചരിക്കുന്നുണ്ട്. കഥകൾ അവിടെ പ്രചരിച്ചോട്ടെ. നമ്മൾ വസ്തുത പറഞ്ഞാൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ആർടിയുടെയും ഒക്കെ ഒരു നിഗമനം എന്താണ് ഈ ഘട്ടത്തിൽ? അരുൺ, RTO എൻഫോഴ്സ്മെന്റ് ഈ അപകടത്തിൽപ്പെട്ട കാർ കഴിഞ്ഞ ദിവസം വിശദമായി പരിശോധിച്ചിരുന്നു. അവർക്ക് നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ കാർ ബ്രേക്ക് ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതിന് ന്യായമായി ഈ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് സഡൻ ബ്രേക്ക് ഇടുകയാണെങ്കിൽ റോഡിൽ അത് സംബന്ധിച്ച എന്തെങ്കിലും അടയാളങ്ങൾ കാണുമായിരുന്നു. പക്ഷേ ഈ അപകടം നടന്ന സ്ഥലത്ത് അത്തരത്തിലുള്ള ഒരു അടയാളമില്ല. അതുകൊണ്ട് തന്നെ അമിത വേഗതയിൽ വന്ന കാർ ബ്രേക്ക് ചെയ്യാനുള്ളൊരു ശ്രമം ഡ്രൈവറായിട്ടുള്ള ഹാഷിം നടത്തിയിരുന്നില്ല എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നു. മറ്റൊന്ന്, ഇതിന്റെ ബ്രേക്കിന് സാങ്കേതിക തകരാർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഇന്നലത്തെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. അതായത് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യാമായിരുന്നു, ബ്രേക്കിന് പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. പക്ഷേ ഹാഷിം അതിനുള്ളൊരു ശ്രമം നടത്തിയില്ല. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം ഈ കണ്ടെയ്നർ ലോറിയിലേക്ക് കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റൊന്ന്, ഇരുവരും ഈ അപകടം നടക്കുന്ന സമയത്ത് സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല. അത് വ്യക്തമായത് കാർ പരിശോധനയിലും ഒപ്പം തന്നെ മറ്റു ചില ആളുകളുടെ മൊഴി കൂടി എടുത്തിരുന്നു. അതായത് ഈ അപകടം നടന്നതിന് ശേഷം ഈ കാറിൽ നിന്നും ഇരുവരെയും പുറത്തേക്കെടുത്ത നാട്ടുകാരുണ്ടായിരുന്നു. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നായിരുന്നു. അതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഈ കാറിനുള്ളിൽ വിശദമായി പരിശോധന നടത്തിയപ്പോൾ സീറ്റ് ബെൽറ്റും ധരിച്ചിരുന്നില്ല. മറ്റൊന്ന്, ഈ ലോറിയുടെ മുൻവശത്ത് അനധികൃതമായിട്ടുള്ള നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നു. അത് വളരെ കനം കൂടിയ ഏത് ആഘാതത്തെയും പിടിച്ചു നിർത്താൻ ശേഷിയുള്ള ഒരു ഉപകരണമായിരുന്നു അതിൻ്റെ മുൻവശത്തുണ്ടായിരുന്നത്. ആ ഭാഗത്തേക്കാണ് ഈ കാർ ഇടിച്ചു കയറിയത്. അപ്പോൾ ഈ കാറിൻ്റെ ഇടിയുടെ ആഘാതം അതുകൊണ്ട് തന്നെ വർദ്ധിച്ചു എന്നും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഈ വിശദമായിട്ടുള്ള റിപ്പോർട്ടിലുണ്ട്. ഏതായാലും പോലീസിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. ഒന്ന്, ഹാഷിം മനഃപൂർവ്വം ഈ കാർ അമിത വേഗതയിൽ ഓടിച്ചു വന്ന് ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല. ഏതായാലും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഈ ഒരു റിപ്പോർട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് ഉടൻ തന്നെ കൈമാറും. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ നേരത്തെ തന്നെ പല മൊഴികൾ പുറത്തു വന്നിരുന്നു, പല അനുമാനങ്ങൾ വന്നിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എന്നെ സംബന്ധിച്ചുള്ള പല അദ്ദേഹത്തെ കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനാണോ സാധ്യത? തീർച്ചയായിട്ടും അരുൺ, കാരണം ഒരു അപകടം നടക്കുമ്പോൾ ആദ്യം FIR ഇടുന്നത് അത് പ്രഥമ വിവരപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ ഈ ലോറി ഡ്രൈവർക്കെതിരെ, അത് റംസാൻ എന്ന് പറഞ്ഞ ആളാണ്, അദ്ദേഹം ഹരിയാന സ്വദേശിയാണ്. നമ്മൾ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മൊഴിയും പോലീസ് വിശദമായി എടുത്തിട്ടുണ്ട്. അത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പക്ഷേ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇദ്ദേഹം പ്രതിയായിരിക്കില്ല, റംസാൻ പ്രതിയായിരിക്കില്ല എന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും അറിയാൻ കഴിയും. അദ്ദേഹത്തെ കുറ്റമുക്തനാക്കും. ശരിയാണ്, അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ലേഖ ചെയ്യാൻ പറ്റും. ചവിട്ടി വണ്ടി നിർത്തുന്നു, നിയന്ത്രണം വിട്ടു വന്ന കാറ് നേരെ കൊണ്ട് ഇടിച്ചു കയറ്റും. ഒരാളിങ്ങനെ തുരിഞ്ഞിറങ്ങി എന്ത് ചെയ്യാൻ പറ്റൂ അല്ലേ? ഇങ്ങനെ ലോറി ഇടിച്ച് എന്തായാലും ആ സംഭവം വലിയ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. അതെ, ഒരു വണ്ടി കൊണ്ട് ഇടിച്ച് കൊല്ലാൻ വേണ്ടുന്ന ഒരു വൈരാഗ്യം ഉണ്ടാവുക അല്ലേ മനുഷ്യർക്കിടയിൽ? അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു?